ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റീഡിങ് എന്ന് പറയുന്നത്, അതിനു മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർ ഒക്കെ തുടങ്ങി, അതൊക്കെ കഴിഞ്ഞു. പുതിയൊരു വർഷത്തിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പലരുടെയും ജീവിതത്തിൽ ആദ്യമൊക്കെ കുറേ സക്സസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫേസ് ചെയ്യേണ്ട സ്റ്റേജസ് വരും. അല്ലാണ്ട് കുറച്ച് പേരുടെ ലൈഫിൽ ആദ്യം കുറച്ച് വേദനകളും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് വലിയ സക്സസ് ഉണ്ടാവും. എന്തൊക്കെ തന്നെയാണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട വീഡിയോയിൽ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ റാപ്പിഡായിട്ടുള്ള ഗ്രോത്ത്, റാപ്പിഡ് ചേഞ്ചസ്, ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ബ്ലെസ്സിങ്സ് ആയിക്കോട്ടെ, സർപ്രൈസ് ആയിക്കോട്ടെ, വാട്ട് എവർ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സോ ഒരു ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾ ഏറ്റുവാങ്ങുക. നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യുക, സ്ട്രഗിൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകും. സോ നിങ്ങൾ അതിലൊക്കെ കെയർഫുള്ളായിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും സ്ട്രഗിൾ ചെയ്യുക, എന്ത് പ്രശ്നം വന്നാലും അതിന് നന്നായിട്ട് പോരിടുക. ഓക്കെ, നന്നായിട്ട് പോരാടിയേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് യൂണിവേഴ്സിന് തരാൻ പറ്റത്തുള്ളൂ. അല്ല, നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കാണ്ടിരുന്നാൽ, ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യാണ്ടിട്ട് വേറെ ഇതൊക്കെ നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ, എല്ലാത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് പിന്മാറിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ലേസിനെസ് ആയിട്ട് സങ്കടപ്പെട്ട് നെഗറ്റീവ് അടിച്ച് എൻ്റെ ലൈഫ് ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. യൂണിവേഴ്സ് നിങ്ങൾ ഗിഫ്റ്റും തരത്തില്ല. നിങ്ങൾക്ക് അവിടെയുള്ള ടെസ്റ്റിങ് കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ വാട്ട് എവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ലൈഫിൽ ഒരിക്കലും ലോട്ടറി അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും, അല്ലെങ്കിൽ മിറാക്കിൾ ഹാപ്പൻ ചെയ്യുമെന്ന് വിചാരിച്ചു ആരും നിൽക്കരുത്. നമ്മളായിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നേരിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളൊരു പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ രാത്രി കാലങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓടിക്കൊണ്ട് നിൽക്കുന്നത്, അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണ്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു പേഴ്സണെ സംബന്ധിച്ചോളം അവർ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ്. കരിയർ മീൻസ് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ഓക്കെ, കാശ്, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈല്, അതിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കുറച്ച് പേഴ്സൺസിനെ ഞാൻ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാശുപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വേണം, എങ്ങനെയൊക്കെ കാശ് ഏൺ ചെയ്യാൻ പറ്റും, അവർക്ക് കുറച്ച് അവരുടേതായിട്ടുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റിയൊക്കെ നന്നായിട്ടുള്ള കുറേ പേഴ്സൺസ് ഇതിലുണ്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി അതിലേക്ക് പോകാനായിട്ട് അവർ തിരഞ്ഞെടുത്തൊരു വഴി എന്ന് പറയുന്നതാണ് അവർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അവരുടെ സ്ട്രഗിൾസ് കൂടുന്നുണ്ട്, കയ്യിലുള്ള കാശ് പോകുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അവിടെ വേറെ ഒന്നും തന്നെ ലൈഫിൽ ഉണ്ടാകുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ നിലവിലൂടെ കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു പേഴ്സൻ്റെ ഒരു നേച്ചർ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളെപ്പറ്റിയുള്ള ആലോചനകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. എസ്പെഷ്യലി രാത്രി കാലങ്ങളിൽ പലപ്പോഴേക്കും നിങ്ങളിലേക്ക് വരണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ മനഃപൂർവ്വം വരുന്നില്ല. വരാതെ മടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈഗോയോ സംതിങ് അവരെ തന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. നിങ്ങളെപ്പറ്റിയുള്ള ആലോചനകൾ അവരെ വല്ലാതെ ചില സമയത്ത് ശല്യപ്പെടുത്തുന്ന പോലെ, ചില സമയത്ത് വല്ലാത്ത വേദന, ചില മെമ്മറീസൊക്കെ സന്തോഷം, അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ ഹാപ്പിനെസ് ചെയ്ത് അല്ലാണ്ട് ഞാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്കൊന്നും അറിയത്തില്ല ഈ റിലേഷൻഷിപ്പ് ഇപ്പോഴും അവരുടെ മനസ്സിൽ ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയിട്ട് വന്നത് തെറ്റായിരുന്നോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും അവർ നിങ്ങളെ വിട്ട് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഫിനാൻഷ്യൽ ക്യാഷ് എന്ന് പറയുന്നത് അവർക്കൊരു മാനദണ്ഡം തന്നെയാണ്. അവരതിൽ ഭയങ്കരമായിട്ട് അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിലേക്ക് പോയപ്പോൾ പോലും അവർക്ക് ഇപ്പോഴൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അവിടെയായിരുന്നു. ചിലപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്നിടത്ത് ഇനി കാശുണ്ടാക്കാൻ പറ്റും, എൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും, പക്ഷെ എനിക്ക് കിട്ടിയിരുന്ന സ്നേഹം അവിടെയല്ലേ, എനിക്ക് കിട്ടിയിരുന്ന റെസ്പെക്റ്റ് അവിടെയല്ലേ, ഞാൻ എന്തൊക്കെ ലൈഫിൽ കാര്യങ്ങൾ ആഗ്രഹിച്ചു അതൊക്കെ എനിക്ക് കിട്ടിയിരുന്നത് അവിടെയല്ലേ എന്നുള്ളൊരു തോട്ട്സ് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വെർത്ത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു വാല്യൂ അവർക്ക് അവിടെ കിട്ടുന്നില്ല. അതിനെ ഓഫ് കോഴ്സ് ഇവിടെ കാണുന്നുണ്ട്. അവർ കാശുപരമായിട്ട് ചിലപ്പോൾ അവർ കുറച്ചും കൂടെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് അവരുടെ കാശിലുള്ള ഒരു കുത്തൊഴുക്ക് അവർക്ക് നേടിയെടുക്കാൻ പറ്റുമായിരിക്കും. കാരണം അതുപോലെ ക്യാപ്പബിലിറ്റി ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വളരെയധികം സ്കില്ലും ക്യാപ്പബിലിറ്റി ഒക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടേത്. പക്ഷേ അവരെ ഒരു സൈഡിൽ നിന്ന് അവരവിടെ കാശ് അവരവിടെ കെട്ടിപ്പൊക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ബിൽഡിങ് കെട്ടിപ്പൊക്കുന്ന സമയത്ത് അവർ പോലും അറിയാതെ അവരവിടെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്നേഹത്തിൻ്റെ പേരിൽ. ഭയങ്കരമായിട്ടുള്ളൊരു മാസ്ക് ഇവരുടെ മുന്നിൽ തെളിഞ്ഞ് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു പേഴ്സണല്ല, ഈ ഒരു പേഴ്സൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു പേഴ്സണിനെ അവരുടെ സ്കില്ല്, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അവരുടെ ഒരു കഴിവ് തന്നെ ആയിക്കോട്ടെ, അതിനെ മാക്സിമം യൂസ് ചെയ്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്തൊക്കെ
നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഒരു പേഴ്സൻ്റെ ആ ഒരു നിൽക്കുന്നത്. പക്ഷെ അവർക്ക് അറിയത്തില്ല. അവരുടെ മനസ്സിൽ രാത്രി ചിന്തിക്കുന്നത് എന്താ, ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം വരുന്നുണ്ട്. നിങ്ങളെപ്പറ്റിയുള്ള വേദനകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മിക്സഡ് ഇമോഷനാണ്. അവർക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. എന്തൊക്കെ വന്നാലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ഈഗോ ഉണ്ട്. ചില സമയത്തൊക്കെ ഒന്ന് ഫോൺ എടുക്കും, ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് വേണ്ട, ശരിയാവത്തില്ല, എനിക്ക് എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനങ്ങനെ പോകത്തില്ല, എനിക്ക് അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ചില കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ജഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കിട്ടില്ല, ഇതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അതിൽ കിട്ടത്തില്ല, ഇനി അതും എൻ്റെ കൈവിട്ട് പോകുമോ, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ട് പോകുമോ, എന്ത് ചെയ്യണം എന്നറിയാതെ അവരെ തന്നെ അങ്ങനെ പിടിച്ചു നിർത്തി, ഒരു ബാലൻസിൽ കാണുന്നില്ല, ഒരു ബാലൻസ് അങ്ങനെ പിടിച്ചു നിർത്തി ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവരെ തന്നെ ഒന്ന് പിരിമുറുക്കി നിർത്തിയൊക്കെയാണ്. പക്ഷെ അവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറൊരാൾക്ക് സ്വന്തമാവുന്നത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിലവിൽ അവരുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ വേറൊരു മാരേജ്, നിങ്ങളൊരു എൻഗേജ്മെൻറ്റ്, ലൈക്ക് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും വരാതെ ഈ ഒരു പേഴ്സണെ ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെന്നാണ് അവരുടെ ഒരു മൈൻഡിലുള്ളത്. പക്ഷെ വൺസ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് സംതിങ് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ അതൊരു തകർച്ചയായിരിക്കും, തീരെ വേദനയായിരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഒരു പേഴ്സണ് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ അതവർ പുറത്ത് കാണിക്കത്തില്ല. മാക്സിമം പുറത്ത് കാണിക്കാതെ അവരുള്ളിടത്ത് തന്നെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്ര ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് വളരെ നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല, വളരെ കെയറിങ് ആയിട്ടുള്ള പേഴ്സണാണ്. പക്ഷെ വാട്ട് എവർ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്ന സമയത്ത് ഇതെല്ലാം മറ്റേതാണ് ബെറ്റർ എന്ന് തോന്നി പോയൊരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. അവർ പലപ്പോഴും അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നത് ശരിയാണോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരിയായിട്ടുള്ളതല്ലേ, ശരിയായിരിക്കുമല്ലേ, കാരണം ഇവിടെയാണല്ലോ കാശുള്ളത്. പക്ഷേ എൻ്റെ സ്നേഹം അവിടെ ആയിരുന്നല്ലോ. അവരോട് തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയായിരുന്നു എൻ്റെ സ്നേഹം, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ശരി, എനിക്ക് എവിടെയാണ് പിഴച്ചത്, എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നവർ കണ്ടിന്യൂസ് ആയിട്ട് അവരോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് ഞാൻ ഇവിടെ നിലവിൽ കാണുന്നത്. സോ എനിക്ക് ഇതിൽ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനാവശ്യമായിട്ട് ഈ ഒരു പേഴ്സണിനെ പറ്റി രാത്രി ആലോചിച്ച്, എനിക്കൊരു ഗൈഡൻസ് പോലെയാണ് പറയാനുള്ളത്, ചിന്തിച്ച് നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് ആ ഒരു കെയറേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഫിനാൻഷ്യലിൻ്റെ പുറകെയാണ് ഓടുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത ഒരാളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വിളിക്കാൻ നോക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണുള്ളത്? വൺസ് ഒരു സ്നേഹത്തിനെക്കാളും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ വന്നാൽ പോലും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കാശ് തന്നെയായിരിക്കും. അത് ഇപ്പോഴുള്ള കുറച്ച് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ വെച്ചിട്ടും നിങ്ങളൊരു കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എനിക്കിപ്പോൾ ഓണസ്റ്റായിട്ട് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാനായിട്ട് വരും, ഈ ഒരു സ്വഭാവമൊക്കെ മാറും, ഈ ഒരു പേഴ്സൺ എല്ലാം ശരിയാവും തിരിച്ചു വരുമ്പം. ഞാനിപ്പോൾ കാർഡിൽ കാണുന്ന കാര്യം അതുപോലെ പറയുകയാണ്. ബട്ട് നെവർ അവർ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഫിനാൻഷ്യൽ എന്ന് പറയുന്നൊരു കാര്യം അങ്ങ് സ്റ്റക്കായി കിടക്കുകയാണ്. അതൊക്കെ വേണം, കാശിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ഒരു ഇത് വരും. പക്ഷേ ഞാനിതിൽ പറയുന്നത് വൺസ് അവർ റിയലൈസ് ചെയ്യും. ഇപ്പോൾ അവർ ചെയ്യത്തില്ല. ഇപ്പോൾ അവർ ഭയങ്കര ഇമ്മെച്യൂർഡാണ്, ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത പേഴ്സണാണ്. അവരവരുടെ ലൈഫിൽ ഒരു മധ്യകാലഘട്ടം, അവരൊരു ഏജിൻ്റെ ഒരു സെൻറ്റർ ആവുന്ന ഒരു ടൈമിലാണ് അവരുടെ ലൈഫിൽ കുറച്ചും കൂടെ മെച്യൂരിറ്റി വന്നു തുടങ്ങുന്നത്. അതിന് ഇനിയും ടൈം എടുക്കും. കാരണം അവരിനി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട കുറച്ച് കർമ്മകളുണ്ട്, അവർ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. അതൊക്കെ അവർ ഫുൾഫിൽ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങിയാൽ മാത്രമായിരിക്കും അവരുടെ ലൈഫ് എന്താണ്, അവർ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് എന്താണ്, എന്തൊക്കെ ലൈഫിൽ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കാൻ പോകുന്നു, ഞാൻ ചെയ്തത് തെറ്റെന്ത്, ശരി എന്ത്, എവിടെ നിൽക്കണമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ റിയലൈസ് ചെയ്തുള്ളൂ. പക്ഷെ അത് വൺസ് റിയലൈസ് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള ടൈം കൊടുക്കും, ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതാണ് കാണുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യത്തിൽ പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങളുടെ ഒരു സ്നേഹത്തിന് പ്രയോറിറ്റി കൊടുക്കുക. എവിടെയാണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്, ആ ഒരു പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന വേറെ പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്കും എവിടെയാണ് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവുന്നത്, എവിടെയാണ് എൻ്റെ ലൈഫ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങളുടെ ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഓക്കെ, ഒരുപാട് പേര് ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സിൽ നിങ്ങളുണ്ട്, നിങ്ങളില്ലാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പം ചിലപ്പോൾ ഡിസ്റ്റർബൻസും ദേഷ്യവും സന്തോഷവും എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസാണ് വരുന്നത്. അവർ നിങ്ങളെ ചിന്തിക്കാറുണ്ട് എന്നതിനർത്ഥം പൂർണ്ണമായിട്ട് അവർക്ക് സ്നേഹമുണ്ടെന്നുമല്ല. ചിലപ്പോൾ ഒരു മനസ്സ് വന്ന് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. പിന്നെ ആ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വരും, എന്നിട്ട് പോകും. എന്തിനാണ് അങ്ങനെ വെറുതെ? അത് നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കും. അങ്ങനെ വന്നു എന്നിട്ട് പോയി, ഇതെന്താണെന്ന്. അതിനേക്കാളും നല്ലത് അവരായിട്ട് നിൽക്കുന്ന സ്റ്റാൻഡിൽ അവരങ്ങ് പോട്ടെ, നിങ്ങളായിട്ട് നിൽക്കുന്ന സ്റ്റാൻഡിൽ നിങ്ങളങ്ങ് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ
ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫർദർ ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽ സ്പേസ് ഗൈഡൻസ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ആദ്യം 2 പ്രാവശ്യം കയ്യിൽ വന്നതാണ് എൻ്റെ കാർഡ്. നിങ്ങൾക്ക് ഡിസേർവിങ് അല്ലാത്ത കാര്യം, നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലാത്ത കാര്യം, എനിക്ക് ഇതിൽ കൂടുതൽ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ എല്ലാ ആൻസർ ഉണ്ട്. നമുക്ക് എന്തായാലും ഫർദർ മോർ കാർഡ് എടുക്കാം. നമുക്ക് ഡിസേർവിങ് അല്ലാത്ത കാര്യം എന്തിനാണല്ലേ നമ്മുടെ ലൈഫിൽ, അത് നമ്മൾ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോറിറ്റിയാണ് അതിൽ നിന്ന് കിട്ടുന്നത്? നമ്മുടെ ഒരു വാല്യൂ നമ്മൾ കളയരുത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സമയമാണെങ്കിലും നല്ലതൊന്നും അല്ല. കാരണം നിങ്ങൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി, ആ ഒരു ഷെയ്ഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒന്നും നല്ലതല്ല. പക്ഷേ നിങ്ങൾ വൺസ് ഈ കാര്യങ്ങളൊക്കെ വിടൂ, നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരൂ. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്കവിടെ വരാൻ പോകുന്നത് വളരെ വലിയ സക്സസ്സും സന്തോഷവുമാണ്. ഓക്കെ, ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര നെഗറ്റീവിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇതെല്ലാം മറന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരും. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഇതിന് വലിയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് താല്പര്യം. ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് മനസ്സിലാവത്തില്ല. കാരണം എല്ലാം കൊണ്ട് നിങ്ങൾ എല്ലാം പോയി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നിങ്ങളുടെ ഭാവിയിലേക്ക് വരാൻ പോകുന്നത് ഇതിൽ നിന്ന് വലിയ കാര്യങ്ങളാണ്. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങളെ ഒരു ബൗണ്ടറി, ഒരു തടസ്സമായിട്ട് ഒന്നിനെ വയ്ക്കരുത്. നിങ്ങൾ വിടാനുള്ള കാര്യം നിങ്ങൾ റിലീസ് ചെയ്യുക എന്നാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുക കൂടുതലായിട്ട്. ഓക്കെ, താങ്ക് യു.